അപ്പൊ തലേദിവസം രാത്രിയത്തെ ഹെക്ടിക് ഷെഡ്യൂളും ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോ തന്നെ ആകെ ടയർഡായി. പക്ഷെ എന്ത് ചെയ്യാൻ, ഉറങ്ങാൻ കൂടി സമയം കിട്ടിയില്ല. പിറ്റേ ദിവസം കാലത്ത് നേരെ എറണാകുളം വിടണം അടുത്ത ഷൂട്ടിന്. ഇപ്പൊ എറണാകുളമൊക്കെ പോലെ ലുക്കിനൊന്നും ഒരു കുറവ് വരുത്തണ്ടെന്ന് വെച്ചു. അപ്പൊ എങ്ങനെയുണ്ട് ഗൈസ് എന്റെ സിമ്പിൾ ലുക്ക്? അപ്പൊ കാറായിട്ട് നമ്മുടെ വ്യാധിമോനെ എത്തിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ കണ്ടത് അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്റെ ക്യൂട്ട് പീക്കുകളായിട്ട്. അങ്ങനെ ഞങ്ങള് ഹൈവേ പിടിച്ച് നേരെ എറണാകുളം വിട്ടു. അങ്ങനെ ആമ്പല്ലൂര് കഴിഞ്ഞപ്പോ എല്ലാ കാര്യങ്ങളും തുടങ്ങുമ്പോ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങണമെന്നാണല്ലോ. അപ്പൊ ആദ്യത്തെ സ്റ്റോപ്പ് ഞങ്ങള് ഗണപതി ക്ഷേത്രത്തിൽ അങ്ങോട്ട് നിർത്തി. അങ്ങനെ നമ്മുടെ റോഡുകളൊക്കെ ഹൈടെക്കും വളരെ ബ്ലോക്ക് കുറഞ്ഞ റോഡുകളായ കാരണം ഹൈവേന്ന് കുറച്ചൊന്ന് റൂട്ട് മാറ്റി ചാലക്കുടിന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയിട്ട് നല്ല പച്ചപ്പും ഹരിതാപായിട്ടുള്ള വഴികൂടെ നേരെ അങ്ങോട്ട് ആലോചിക്കും. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തി. അപ്പൊ ആ കാണുന്ന സോളാറില്ലേ അതിന്റെ വീഡിയോ എടുക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ഷൂട്ടിന് നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ കുട്ടിപ്പട്ടാളം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുണ്ടായിരുന്നു. പിള്ളേര് ചുമ്മാ വൈപ്പാണ്. അപ്പൊ ഷൂട്ടൊക്കെ കഴിഞ്ഞു ഗൈസ്. അപ്പൊ ഞങ്ങൾ പാക്കപ്പ് ഒക്കെ ചെയ്ത് പയ്യ അവിടെ നിന്ന് അങ്ങോട്ട് വിട്ടു. പിന്നെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ നേരെ വിട്ടത് നമ്മുടെ കടവന്തറുള്ള ധാബയ്ക്കാണ്. അവിടുത്തെ ഫുഡും പൊളിയാണ്, ഹോട്ടലിലെ എസ്തറ്റിക്സും പൊളിയാണ്. ആ കൂടി പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഫേമസ് ലസ്സിയും പഞ്ചാബി ചിക്കനും ബട്ടർ റൊട്ടി അങ്ങോട്ട് അടിച്ച് വയറങ്ങോട്ട് ഫുള്ളാക്കി. അങ്ങനെ വ്യാധിമാന്റെ കാറിൽ ചാർജ് ചെയ്യാനായിട്ട് നമ്മുടെ വയറ്റിലടുത്തുള്ള ടാറ്റ ഷോറൂം എന്തിനു പറയുന്നു, ചാർജർ കുത്തിട്ട് ഊരാൻ അങ്ങോട്ട് കിട്ടുന്നില്ലേ. ഞങ്ങൾ അങ്ങോട്ട് വിട്ടു. പിന്നെ നമ്മുടെ ടാറ്റന്ന് ചെക്കൻ വരുന്നവരെ വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫൈനലി നമ്മുടെ ലുലുവില് കയറ്റി ചാർജ് ചെയ്യാന്ന് വെച്ചു. എന്റെ പെട കണ്ട എന്താ ഓടിക്കല്, കണ്ടറിഞ്ഞൂടെ നല്ല കാലിബർ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കളർഫുൾ ഐറ്റംസ് കണ്ടിട്ട് നേരെ ഇറങ്ങി. അപ്പൊ ദേ ഇരിക്കുന്നു നമ്മുടെ ഗോക്കു മച്ചാനും ലൂഫി മച്ചാനും ഒക്കെ. കാണാൻ നല്ല ക്യൂട്ടാ, പക്ഷെ പ്രൈസ് മാത്രം അത്ര ക്യൂട്ടല്ല എന്നുള്ളൂ. അപ്പൊ ഇത് കണ്ട് ആരും അനുകരിക്കരുത്. നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനികാന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യാധിമ മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. പിന്നെ ഞങ്ങള് നമ്മുടെ ലുലുവിലെ തൊട്ടപ്പുറത്തുള്ള ഇഫ്താർ ഹോട്ടലിൽ നിന്ന് നല്ല കപ്സ്, ഞാൻ നല്ല തന്തൂരി ചിക്കനാണ് അടിച്ചത്. അങ്ങനെ നേരെ തൃശ്ശൂർക്ക് അങ്ങോട്ട് വിട്ടു. വീട്ടിലെത്തിപ്പോ ഒരു നേരമായി. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ ബൈ.